Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ഇഗ്നോ MBA ഫസ്റ്റ് സെമസ്റ്ററിലെ സിലബസ് അനാലിസിസ് ആൻഡ് സ്മാർട്ട് സ്റ്റഡി ടിപ്സ് എന്ന് പറയുന്ന സീരീസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രോബ്ലം പേപ്പർ ആണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജറിയൽ ആപ്ലിക്കേഷൻസ്. സോ ടോട്ടൽ ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് 7 പേപ്പേഴ്സ് ആണ് വരുന്നത്. സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ പ്രോബ്ലം പേപ്പർ ആണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജറിയൽ ആപ്ലിക്കേഷൻസ്. സോ ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ഇഗ്നോ MBA ഫസ്റ്റ് സെമസ്റ്ററിലെ 2 പ്രോബ്ലം പേപ്പേഴ്സിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ വരുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഏതെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റഡി മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസിലോട്ട് ആദ്യം തന്നെ കിടക്കാം. നമ്മുടെ സിലബസ് ഒന്ന് കാണാം. നമ്മുടെ സബ്ജക്റ്റ് ഇതാണ്, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജറിയൽ ആപ്ലിക്കേഷൻസ്. നമ്മൾ QT പേപ്പർ എന്ന് ഡിഗ്രിക്ക് അല്ലേ പറയുന്നതാണ്. ഇവിടെ ഇതിനെ നമുക്കൊരു 4 ബ്ലോക്കുകളായിട്ട് കാണാൻ സാധിക്കും. 16 യൂണിറ്റുകളാണ്. അത്യാവശ്യം പേജസ് നോക്കിയാൽ കാണാം. സോ ഇതിൽ ആദ്യത്തെ ബ്ലോക്ക് വരുന്നത് ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ് ആണ്. സോ ഇതിൽ നിങ്ങൾ ഡിഗ്രിക്ക് ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സിലൊക്കെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ റിസർച്ച് മെത്തഡോളജിയിലുള്ള ബേസിക് കാര്യങ്ങൾ, ഇതൊക്കെ കാണാൻ സാധിക്കും. അതിൽ കളക്ഷൻ ഓഫ് ഡാറ്റ, പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, അതുപോലെ തന്നെ മെഷേഴ്സ് ഓഫ് വാരിയേഷൻ ആൻഡ് സ്ക്യൂനെസ്, ഇതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത്. ഏറ്റവും കംഫർട്ടബിൾ ആയുള്ള ഒരു ബ്ലോക്കാണ്. നമുക്ക് സ്കോർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്ലോക്ക് തന്നെയാണ്. ആദ്യത്തെ 4 യൂണിറ്റുകളുണ്ട്. ദെൻ ഏറ്റവും കുട്ടികൾ ബുദ്ധിമുട്ട് പറയുന്ന ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് നമ്പർ 2, പ്രോബബിലിറ്റി ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അതിൽ ബേസിക് കൺസെപ്റ്റ് ഓഫ് പ്രോബബിലിറ്റി, ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ഡിസിഷൻ തിയറി, കുറച്ച് ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ബ്ലോക്ക് 2 വരുന്നത്. 4 യൂണിറ്റ് ആയിട്ട് കാണാം. ദെൻ അതിനുശേഷം സാമ്പിളിംഗ് ആൻഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. സാമ്പിളിംഗ് മെത്തേഡ്, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ, ദെൻ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്, അതുപോലെ തന്നെ കൈ സ്ക്വയർ ടെസ്റ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 യൂണിറ്റുകളാണിത്. SIക്ക് ആണെങ്കിലും നമുക്ക് 15 മാർക്സിൻ്റെ ചോദ്യങ്ങൾ പാർട്ട് എയിൽ വരുന്നതാണെങ്കിലും റിപ്പീറ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരാറുള്ള ഒരു ഏരിയ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടഫസ്റ്റ് ആയിട്ട് കുട്ടികൾ പറയുന്ന ഏരിയാസ് ആണ് ഈ പറയുന്ന ചാപ്റ്റർ നമ്പർ അല്ലെങ്കിൽ യൂണിറ്റ് നമ്പർ 11, 12 ഒക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് നമ്പർ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ടഫുമാണ്. ബട്ട് നമുക്ക് പഠിച്ചാൽ ഇതൊക്കെ കയ്യിലോട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. ഇനി ബ്ലോക്ക് 4 ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് ആണ്. അതിൽ ബിസിനസ് ഫോർകാസ്റ്റിംഗ്, ദെൻ കോറിലേഷൻ റിഗ്രഷൻ. നമുക്ക് സ്കോർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ 2 ചാപ്റ്റേഴ്സിലൂടെയാണ്. ടൈം സീരീസ് അനാലിസിസ്. ഇങ്ങനെ 4 യൂണിറ്റുകൾ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് 4 ബ്ലോക്കുകൾ, ടോട്ടൽ 16 ചാപ്റ്റേഴ്സ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓരോ ബ്ലോക്കിലെ യൂണിറ്റുകളോടെ ഒന്ന് കടന്നു പോകാം. അതിനുശേഷം ഏത് രീതിയിലുള്ളൊരു അപ്രോച്ചാണ് നിങ്ങൾ പഠിക്കാൻ ഫോളോ ചെയ്യേണ്ടത്, സ്മാർട്ട് സ്റ്റഡി ടിപ്സ് എന്നുള്ളത് കാണാം. അതിനുശേഷം നമ്മളിനി ഈ ഒരു സീരീസിന് ശേഷം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. സോ അതിലൂടെ നിങ്ങൾക്ക് മൈന്യൂട്ടായിട്ട് മെയിൻ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. എക്സാം വരെ ഫുൾ സപ്പോർട്ട് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ, ഇതാണ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടു കളക്ഷൻ ഓഫ് ഡാറ്റ. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ശരിക്കും നമുക്ക് ഈ പറയുന്ന ഫസ്റ്റ് ബ്ലോക്കിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ കളക്ഷൻ ഓഫ് ഡാറ്റ ആൻഡ് അനാലിസിസ് ആണ്. സോ നിങ്ങൾക്ക് പോയാൽ കാണാൻ സാധിക്കും. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഡിഗ്രിക്ക്. ഇൻട്രൊഡക്ഷൻ, പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ, അതിൻ്റെ മെത്തേഡ്സ്, ക്വസ്റ്റനെയർ എന്താണ്, പ്രീ ടെസ്റ്റിംഗ്, ക്വസ്റ്റനെയർ എഡിറ്റിംഗ് ഓഫ് പ്രൈമറി, സെക്കൻഡറി, അപ്പോൾ സെൻസസ്, സാമ്പിൾ. അപ്പോൾ ഇങ്ങനെ തിയറിറ്റിക്കലായിട്ട് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മെയിൻ കണ്ടന്റിലോട്ട് പോണേക്കാൾ മുമ്പ്
റിസർച്ച് മെത്തഡോളജി ഏരിയയിൽ നമ്മൾ കണ്ടിട്ടുള്ള പല കാര്യങ്ങളുമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. കണ്ടോ, ഡിസൈനിങ് ഓഫ് ക്വസ്റ്റനെയർ, ക്വസ്റ്റനെയർ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുക, ഒരു ഫോമാറ്റ് അതിൻ്റെ കാണാൻ സാധിക്കും. പ്രീ ടെസ്റ്റിംഗ് ദി ക്വസ്റ്റനെയർ, ഡാറ്റ കളക്ഷൻ്റെ ഭാഗമായിട്ട് സോഴ്സസ് ഓഫ് ഡാറ്റ, പ്രിക്വേഷൻസ്, ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം രണ്ടാമത് വരുന്നത് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റയാണ്. എങ്ങനെയാണ് ഡാറ്റ പ്രസൻറ്റ് ചെയ്യുക, കളക്ഷൻ ഓഫ് ഡാറ്റ, ഡിഫറെൻറ്റ് കാറ്റഗറൈസേഷൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ കൺസ്ട്രക്ഷൻ, ഡിസ്ക്രീറ്റ് എന്താണ്, കണ്ടിന്യൂസ് എന്താണെന്നൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നൊരു യൂണിറ്റാണിത്. ഓക്കെ, ക്യുമുലേറ്റീവ് ആൻഡ് റിലേറ്റീവ്, ഇതൊക്കെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ബേസിക്സ് ഇതൊക്കെ നമ്മൾ സ്കൂളിങ്ങിലൊക്കെ പഠിച്ച് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ബാർ ഡയഗ്രാം എന്താണ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്, ഉജീവ്. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മീൻ മീഡിയൻ മോഡ്. ഈ ഒരു ബ്ലോക്കാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു സിമ്പിളായിട്ട് ഉള്ളൊരു ബ്ലോക്കായിട്ട് പറയാൻ സാധിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്, ഒരു യൂണിറ്റാണ്. ഇതിൽ നിന്ന് നമുക്ക് പ്രോബ്ലം വരാറുണ്ട്. അതിൻ്റെ തിയറി നോക്കണം, ആവറേജ് കാണാം. ഇതാണ് നമുക്കിവിടെ മെയിനായിട്ടുള്ള മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. സോ അതിൻ്റെ സിഗ്നിഫിക്കൻസ്, ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, അതിൻ്റെ തിയറി ഉണ്ട്. പിന്നെ പ്രോബ്ലംസ് ആണ്. ഇൻഡിവിജ്വൽ സീരീസിൽ, ഡിസ്ക്രീറ്റ് സീരീസിൽ, കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക, മീൻ, മീഡിയൻ, മോഡ്, മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അരിത്തമെറ്റിക് മീൻ. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു പ്രോബ്ലംസ് ആണ് ഇവിടെ മീൻ, അതിനുശേഷം മീഡിയൻ, ഓക്കെ, മോഡ്, പിന്നെ ക്വാർട്ടൈൽസ്, ഇതൊക്കെ നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഓക്കെ, നിങ്ങൾ ഡിഗ്രി BCom BBA പഠിച്ചിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കവർ ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നോൺ കോമേഴ്സ് സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പോൾ BA ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടികൾക്കായിരിക്കും ഇത് ഹാർമോണിക് മീൻ പുതിയ ഒരു ഏരിയ ആയിട്ട് പറയാനുണ്ടാവുക. സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികൾക്ക് പിന്നെ അറിയുന്നതായിരിക്കാം ഈ ഏരിയസൊക്കെ കേട്ടോ. സോ ഇതാണ് നമുക്ക് പിന്നെ വരുന്നത്, വാരിയേഷനാണ് പിന്നെ വരുന്നത്. ക്വാർട്ടൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്പേർഷൻ ഏരിയ ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ, അതാണ് പിന്നെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ബേസിക്സ് ആണ്, സ്ക്യൂനെസ് ആണ് പിന്നെ ലാസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ 2 യൂണിറ്റ് എന്ന് പറയുന്നത് തിയറി, റിസർച്ച് മെത്തഡോളജി സബ്ജക്റ്റിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്താണ് ഡാറ്റ, കളക്ഷൻ ഓഫ് ഡാറ്റ, ക്വസ്റ്റനെയർ വെച്ച് എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതിന് ശേഷമാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിക്സിൻ്റെ ഏരിയയിലോട്ട് നമുക്ക് പോകാനുള്ള മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മീൻ മീഡിയൻ മോഡ്, അതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ തന്നെ മെഷേഴ്സ് ഓഫ് വാരിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഈ കാര്യങ്ങളൊക്കെ, പിന്നെ സ്ക്യൂനെസ്. ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ പഠിക്കാനുള്ളത് കേട്ടോ. ദെൻ ബ്ലോക്ക് 2 വരുന്നത് ഞാൻ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. നിങ്ങൾക്ക് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് BCom BBA സ്റ്റുഡൻസിന് ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് പലപ്പോഴും പറയാറുള്ള ഒന്നാണ്. ഒരുപാടുണ്ട് നമുക്ക്. നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടായിരിക്കും, മാത്സ് പഠിച്ചവർ, ബേസിക് കൺസെപ്റ്റ് ഓഫ് പ്രോബബിലിറ്റി എന്താണ്, അതിൻ്റെ ബേസിക് തിയറി. ഓക്കെ, പ്രോബബിലിറ്റിയുടെ എല്ലാ കാര്യങ്ങളും കൺസെപ്റ്റുകളൊക്കെ ഇവിടെ കവർ ചെയ്യാനുണ്ട്. ബട്ട് ഇത് സ്മാർട്ടായിട്ട് ഇതിനൊരു അപ്രോച്ച് ചെയ്യണം. കാരണം നമ്മൾ ഈ ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരുപാടുണ്ട്. ബട്ട് എക്സാമിന് വരുന്ന ഏരിയസിലോട്ട് വേണ്ട ഫോക്കസ് പോകാൻ. അപ്പോൾ ഇങ്ങനെ ബേസിക്സ് നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. ബട്ട് നമ്മുടെ ഫോക്കസ് എക്സാമിന് വരുന്ന ഏരിയാസിലോട്ട് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പ്രോബബിലിറ്റിയുടെ ബേസിക്സ് ആണ് കേട്ടോ. പിന്നെയാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിൽ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട. അതിൽ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിൽ ദെൻ അതിനെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഫിറ്റിംഗ് ഒക്കെ ഉണ്ട് നമുക്ക് നോക്കാൻ. പിന്നെ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഇതിന് ശേഷം ഉണ്ടാവുക, സമ്മറി. ഇതൊക്കെ പ്രോബ്ലംസ് കവർ ചെയ്തിട്ടുള്ളതാണ്. നല്ല നല്ല പ്രോബ്ലംസിൻ്റെ എണ്ണം നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ കുറവാണ്. നമ്മൾ നല്ല പ്രോബ്ലംസ് മറ്റ്
ബുക്സിൽ നിന്ന് റെഫറൻസ് ബുക്കിൽ നിന്ന് ചെയ്ത് പഠിക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ അങ്ങനെ ഇതിലുള്ളത് നോക്കാം, അത് പുറമേ നിന്നുള്ളത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു നല്ല ഐഡിയ കിട്ടും. ബിക്കോസ് ചില ഏരിയാസ് ഇതിൻ്റെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു സുഖമില്ലാത്ത പോലെ. പിന്നെ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമില്ലാണ്ട് ലെങ്ത് ആയിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ പ്രസൻറ്റേഷൻ. അതിൻ്റെ കൺസെപ്റ്റ് പിന്നെ അതിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നെക്സ്റ്റ് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ബ്ലോക്ക് 2-ലുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ബ്ലോക്ക് 3-ലോട്ടാണ് പോകാനുള്ള. സാമ്പിളിംഗ് ആൻഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ഇവിടെയുള്ള. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ബ്ലോക്ക് 2-ലൊരു കാര്യം മെൻഷൻ ചെയ്യാനുണ്ടായിരുന്നത് അവസാനം ഡിസിഷൻ തിയറി എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. അത് ചിലവർ പഠിച്ചിട്ടുണ്ടായിരിക്കും, ചിലവർ പഠിച്ചിട്ടുണ്ടാവില്ല. പുതിയ ഏരിയ ഡിസിഷൻ തിയറി എന്ന് പറഞ്ഞിട്ട് അത് BBA സ്റ്റുഡൻസ് പഠിച്ചിട്ടുണ്ടായിരിക്കും. BCom സ്റ്റുഡൻസ് ഇപ്പോൾ പുതിയ സിലബസ് ഒക്കെ പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടികൾ പഠിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. ഡിസിഷൻ തിയറി സെപ്പറേറ്റ് ഒരു ഏരിയ ആണ്. പ്രോബബിലിറ്റി ഡിസിഷൻ ട്രീ അപ്രോച്ച് ഒക്കെ അതുണ്ട് പറഞ്ഞു കേട്ടോ. ഇനി ബ്ലോക്ക് 3-ലോട്ട് പോകുന്ന സമയത്ത് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അതിൻ്റെ സിലബസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാമ്പിളിംഗ് മെത്തേഡ്സ്, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ്. ഇതിൽ തിയറി കാര്യങ്ങൾ റിപ്പീറ്റ് ആണ്. പിന്നെ ഈ 2 മൊഡ്യൂളിൽ നിന്നും ചോദ്യങ്ങൾ വരും. അതിൽ ഹൈപ്പോത്തസിസ്, അതിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ടായിട്ട് പറയാറുള്ളതാണ്. സാമ്പിളിങ് ഞാൻ പറഞ്ഞു എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്. സാമ്പിളിങ് എന്താണ്, അതിൻ്റെ കൺസെപ്റ്റ്, പോപ്പുലേഷൻ എന്താണ്. അപ്പോൾ ഈ തിയറി ഈ 2 യൂണിറ്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റ് ആയിട്ട് കാണാറുള്ള ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന്. സാമ്പിളിങ്ങിൻ്റെ കാര്യങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക. അതിൻ്റെ മെത്തേഡ്സും കാര്യങ്ങളും, പലതരത്തിലുള്ള സാമ്പിളിങ്, പോപ്പുലേഷൻ എന്താണ്, അതിൽ നിന്ന് സാമ്പിൾ എടുക്കുന്ന രീതി, നോൺ പ്രോബബിലിറ്റി കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അതിനുശേഷം സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസിനെ പറ്റിയിട്ട് നെക്സ്റ്റ് യൂണിറ്റിൽ കാണാം. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് വരുന്നത്. അതിന് ശേഷമുള്ള യൂണിറ്റ് ആണ് ഞാൻ പറഞ്ഞു ഹൈപ്പോത്തസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നെക്സ്റ്റ് വരുന്നത് കേട്ടോ. ഇതൊക്കെ നമുക്ക് ക്വിക്കായിട്ട് മനസ്സിലാക്കി പോകാൻ സാധിക്കുന്നതാണ്. അതിന് ശേഷമുള്ള ഏരിയ ആണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. ടു ഇമ്പോർട്ടൻറ്റ്. എന്താണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, അതുപോലെ തന്നെ ടെസ്റ്റിംഗ് ഓഫ് പോപ്പുലേഷൻ മീൻ. ഇതിൽ നമുക്ക് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. കൺസെപ്റ്റ് പിടികിട്ടാൻ തന്നെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. അതാണ് പിന്നെ വരുന്നത്. അതിനുശേഷം ലാസ്റ്റ് ഹൈപ്പോത്തസിസിൽ തന്നെ നമുക്ക് chi-square ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ട്. വളരെ കംഫർട്ടബിൾ ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. മിക്ക പേപ്പറിലും വരാറുള്ളതാണ്. സോ അതാണ് ഈ ഒരു ബ്ലോക്കിൽ ലാസ്റ്റ് വരുന്നത് chi-square ടെസ്റ്റ്. അതിൻ്റെ പ്രോബ്ലംസും തിയറിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൻ്റെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ഭയങ്കര വൈഡാണ്. അപ്പോൾ ഇതാണ് ബ്ലോക്ക് 3. നെക്സ്റ്റ് ബ്ലോക്ക് 4 ആണ്. ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് ആണ് ബ്ലോക്ക് 4. ഞാൻ സിലബസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ഈ 2 യൂണിറ്റുകൾ, കോറിലേഷൻ, റിഗ്രഷൻ, നമുക്കൊരു പിടിവള്ളിയാണ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ആദ്യം ബിസിനസ് ഫോർകാസ്റ്റിംഗ് എന്താണ്, അതിൻ്റെ തിയറിയും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ എങ്ങനെയാണ് ബിസിനസ് ട്രെൻഡ് എങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ബേസിക് തിയറിയിലൂടെയാണ്. അതിൻ്റെ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിന് ശേഷം നെക്സ്റ്റ് വരുന്നതാണ് ഞാൻ പറഞ്ഞു കോറിലേഷൻ. ഡിഗ്രി BCom BBA പഠിച്ചിട്ടുള്ള കുട്ടികൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കോറിലേഷൻ എന്താണ്, അതിൽ ഡിഫറെൻറ്റ് കോറിലേഷൻ മെത്തേഡ്സ് ഉണ്ട്. റാങ്ക് കോറിലേഷൻ, അതുപോലെ തന്നെ സ്പിയർമാൻസ് കോറിലേഷൻ. നമുക്കൊരു 15 മാർക്കിൻ്റെ ചോദ്യം എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് കോറിലേഷൻ്റെ. റാങ്ക് കോറിലേഷനാണിത്. അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് കോറിലേഷൻ. അതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് വരുന്നത് റിഗ്രഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു റിഗ്രഷനും അതെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇക്വേഷൻസ് പഠിച്ച് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ചാപ്റ്ററാണ് റിഗ്രഷൻ വരുന്നത്. അതാണ് നെക്സ്റ്റ്.
കോറിലേഷൻ പഠിച്ച് അതിനുശേഷം പഠിക്കേണ്ടതാണ് റിഗ്രഷൻ ഡെപ്തിൽ ഇവിടെ ഉണ്ട്. ബട്ട് ഞാൻ പറഞ്ഞു റിഗ്രഷൻ്റെ പ്രസൻറ്റേഷനൊക്കെ ഇതിൽ ആവശ്യമില്ലാണ്ട് വൈഡായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ട രീതിയിൽ നമ്മളിതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ്. അതല്ലാണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവരുടെ പ്രസൻറ്റേഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു ആവശ്യമില്ലാണ്ട് പോകുന്നുണ്ട്. നമ്മൾ എപ്പോഴും വേണ്ടേ, എക്സാം ഫോക്കസ് ചെയ്തിട്ടുള്ള രീതിയിൽ വേണം പ്രിപ്പയർ ചെയ്യാൻ. ദെൻ ടൈം സീരീസ് അനാലിസിസ് ആണ് വരുന്നത്. അത് നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഡിഗ്രിക്ക് BCom BBA കുട്ടികൾ പഠിച്ചിട്ടുള്ള കുട്ടികൾ, അതാണ് മറ്റൊരു ഏരിയ വരുന്നത് കേട്ടോ. സോ ഇങ്ങനെ 4 ബ്ലോക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 4 ബ്ലോക്കിൽ ടോട്ടൽ 16 ചാപ്റ്റേഴ്സ് ഉണ്ട്. അത്യാവശ്യം വൈഡാണ്. നമുക്കുള്ള 2 പ്രോബ്ലം പേപ്പേഴ്സും വൈഡാണ്. അക്കൗണ്ടിങ്ങിൽ ഞാൻ പറഞ്ഞു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, പിന്നെ പുതിയ ട്രെൻഡ്, അത്രത്തോളം വൈഡാണ്. ഈ QT പേപ്പറിലാണെങ്കിലും ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട്. QT പേപ്പറിൻ്റെ ഫോമാറ്റ് അക്കൗണ്ടിങ് പോലെയല്ല. ഇതിൽ നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ 15 മാർക്കിൻ്റെ 6 ചോദ്യങ്ങൾ തരും. അതിൽ 4 എണ്ണമാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഈച്ച് ക്യാരി 15 മാർക്സ്. അപ്പോൾ അങ്ങനെ 60 മാർക്ക്. പിന്നെ പാർട്ട് B കമ്പൽസറി ആണ്. 2 ക്വസ്റ്റ്യൻസ് തരും, 40 മാർക്ക്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞതിന് 20 മാർക്ക് ആയിരിക്കും. 2 എണ്ണമാണ് തരാം, കമ്പൽസറി ആയിരുന്നു. അങ്ങനെയാണ് ടോട്ടൽ 100 മാർക്സ് വരുന്നത്. അക്കൗണ്ടിങ് അങ്ങനെയല്ല വരുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ട് ഒരു 5 എണ്ണം എഴുതാം. ഈച്ച് ക്യാരി 20 മാർക്സ്. അങ്ങനെയാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വ്യത്യാസമുണ്ട് QTയുടെ. ഓക്കെ, അപ്പോൾ ഏത് രീതിയിലുള്ളൊരു അപ്രോച്ചാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ഞാൻ എപ്പോഴും പറയുന്നതാണ്, ബുക്ക് കിട്ടി ആ ഓർഡറിൽ പഠിച്ചു പോകരുത്. എക്സാമിന് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന ഏരിയ ആയിരിക്കണം. ദെൻ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിനോടൊരു താല്പര്യം ഉണ്ടായിരിക്കണം, അല്ലേ, കിട്ടണം. അങ്ങനത്തെ ഒരു അപ്രോച്ച് വേണം നമ്മൾ, അല്ലേ, പഠിക്കുന്ന സമയത്ത് പ്രയോറിറ്റൈസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. എസ്പെഷ്യലി അതിൽ യൂണിറ്റ് നമ്പർ 3 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. നിങ്ങൾക്ക് ഈ പറയുന്ന ഏരിയ വെച്ചിട്ട് കളക്ഷൻ ഓഫ് ഡാറ്റ, പ്രസന്റേഷനൊക്കെ ഈസി ആയിട്ട് അവസാനിപ്പിക്കാൻ സാധിക്കുന്നതാണ്. പ്രോബ്ലംസിൻ്റെ ഏരിയയിലോട്ട് വരുന്ന സമയത്ത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, അത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിക്സിൻ്റെ ഏരിയ ആണ്. നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഈ സബ്ജക്റ്റിനോടൊരു താല്പര്യം തോന്നും, ഈസിയാണ്. ഓക്കെ, അപ്പോൾ അതും അതുപോലെ തന്നെ വാരിയേഷൻ, ഈ പറയുന്ന 3 and 4 യൂണിറ്റ്സ്, അതിൽ സെൻട്രൽ ടെൻഡൻസി കുറച്ചും കൂടി എളുപ്പമാണ് കാര്യങ്ങൾ പിടികിട്ടാനും, അല്ലേ, നമുക്ക് എക്സാമിന് വരാറുണ്ട്. അപ്പോൾ നമുക്ക് സബ്ജക്റ്റ് ഇത് ഈസി ആണെന്ന് തോന്നും പഠനം ആരംഭിക്കുമ്പോൾ. അപ്പോൾ അത് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൊഡ്യൂൾ നമ്പർ 1, ബ്ലോക്ക് നമ്പർ 1 വെച്ചിട്ട് തന്നെ. അതാണ് ആദ്യം പറയാനുള്ളത്. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് നേരെ ഫോക്കസ് ചെയ്യേണ്ടത് ബ്ലോക്ക് നമ്പർ 4ലോട്ടാണ്. ബ്ലോക്ക് നമ്പർ 4ൽ ഞാൻ പറഞ്ഞു കോറിലേഷൻ, റിഗ്രഷൻ, ടൈം സീരീസ് അനാലിസിസ്. അപ്പോൾ ഇത് ഒരു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഏരിയാസ് ആണ് ഇതൊക്കെ. സ്റ്റാറ്റിസ്റ്റിക്സ് ഏരിയാസ് അപ്പോൾ നമുക്ക് ഒരു ഓർഡറിൽ അവിടെ പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും. മനസ്സിലാവുണ്ടോ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മീൻ മീഡിയൻ മോഡ്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഇതാണ് നമ്മുടെ ആദ്യത്തെ. അതുപോലെ തന്നെ ഡിസ്പേർഷൻ അല്ലെങ്കിൽ വാരിയേഷൻ ആണ് രണ്ടാമത് വരുന്നത്, സ്ക്യൂനെസ്. അങ്ങനെ പ്രോബ്ലം ഏരിയാസ് ആദ്യത്തെ ബ്ലോക്കിൽ വരുന്ന യൂണിറ്റ് 3ഉം 4ഉം. അതിപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിക്സിന്റെ ഏരിയ. അതുപോലെ തന്നെ ആദ്യത്തെ 2 ചാപ്റ്റർ നോക്കാം, യൂണിറ്റ് 2 നോക്കാം, തിയറിയാണ്. അപ്പോൾ അങ്ങനെ ബ്ലോക്ക് നമ്പർ 1 കഴിഞ്ഞ് നിങ്ങൾ നേരെ ബ്ലോക്ക് നമ്പർ 4ലോട്ട് പോവാം. ബിസിനസ് ഫോർകാസ്റ്റിംഗ് ഈസിയാണ്, പെട്ടെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം കോറിലേഷൻ, റിഗ്രഷൻ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ യൂണിറ്റുകൾ പഠിക്കുക. ടൈം സീരീസ് അനാലിസിസും ഈസിയാണ്. അപ്പോൾ ബ്ലോക്ക് 1 കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ടത് ബ്ലോക്ക് 4 ആണ്. ഓക്കെ, ദെൻ അതിനുശേഷം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് പ്രോബിലിറ്റിയുടെ മൊത്തം കാര്യങ്ങളിലോട്ട് പോകുമ്പോൾ ഒരുപാട് സമയം വേണം. അപ്പോൾ പ്രോബിലിറ്റി എന്താണ്, അങ്ങനത്തെ ബേസിക് കണ്ടന്റിലോട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓടിച്ചു പോയതിന് ശേഷം മെയിൻ കാര്യങ്ങൾ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ബ്ലോക്ക് നമ്പർ 2 അവസാനം പഠിച്ചാൽ മതി. പ്രോബിലിറ്റിയുടെ ബേസിക് കാര്യങ്ങൾ നമുക്ക് ഈ താഴോട്ട് വരണ സമയത്ത് നമുക്ക് വേണ്ട കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട് പ്രോബിലിറ്റിയിൽ നിന്ന്. അങ്ങനെ എന്താണ് പ്രോബിലിറ്റി എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ച് ബാക്കിയുള്ളതൊക്കെ നമുക്ക് അവസാനം പഠിക്കാം.
ഓക്കെ, അപ്പോൾ ഈ ബ്ലോക്ക് നമ്പർ 4 കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് അതുകൊണ്ട് മെയിൻ ഫോക്കസ് വെക്കേണ്ടത് ബ്ലോക്ക് നമ്പർ 3 സോ ബ്ലോക്ക് നമ്പർ 3 ഞാൻ പറഞ്ഞു സാമ്പിളിംഗ് മെത്തേഡ്സ് കാണാൻ സാധിക്കും. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള തിയറി. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമല്ല. ഈ യൂണിറ്റിൽ നിന്ന് നമുക്ക് തിയറി എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് കൈ സ്ക്വയർ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇത് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ച് ടഫുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ സബ്ജക്റ്റിലോട്ട് ഒരു താല്പര്യം വരാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിക്സിൻ്റെ ഏരിയ, മീൻ മീഡിയൻ മോഡ്, അതുപോലെ തന്നെ അതിനുശേഷം അതിൻ്റെ കണ്ടിന്യൂഷൻ, അതിൻ്റെ കോറിലേഷൻ, റിഗ്രഷൻ, ടൈം സീരീസ് അനാലിസിസ് നോക്കുക. അതിനുശേഷം സാമ്പിളിംഗ് മെത്തേഡ്സ്, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ അതിനെ റിലേറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ മെയിൻ ടോപ്പിക്കായുള്ള ഹൈപ്പോത്തസിസ്, കൈ സ്ക്വയർ ടെസ്റ്റ്, ഇങ്ങനെ പോവാം. ഫൈനലി നിങ്ങൾ എവിടേക്ക് മെയിൻ ഫോക്കസ് കൊടുത്താൽ മതി? പ്രോബിലിറ്റിയിലോട്ട് കൊടുത്താൽ മതി. കാരണം പ്രോബിലിറ്റി ലെങ്തി ആണ്, അതിൽ നിന്ന് വരുന്നത് ചെറിയൊരു ഏരിയ ആണ്. നേരെ മറിച്ച് നമ്മൾ ബുക്ക് കിട്ടി ആ ഓർഡറിൽ പഠിക്കുകയാണെങ്കിലേ ഇതൊക്കെ കഴിഞ്ഞ് പ്രോബിലിറ്റി പഠിച്ചു തുടങ്ങുമ്പോൾ, പ്രോബിലിറ്റി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ള സമയം കഴിയും. പ്രോബിലിറ്റി ഒരുപാടുണ്ട് പഠിച്ചു കഴിയാൻ, ബട്ട് അതിൽ നിന്ന് വരുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. ബാക്കിയുള്ള മൊഡ്യൂളിൽ നിന്നും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരും. അപ്പം ബ്ലോക്ക് നമ്പർ 2 എന്ന് പറയണത് അവസാനം പഠിച്ചാൽ മതി. ഓക്കെ, സോ ഈ ഒരു പ്രയോറിറ്റൈസേഷനാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിലെ പ്രസൻറ്റേഷൻ വൈഡാണ്. അതുകൊണ്ട് തന്നെ എക്സാമിന് സ്മാർട്ടായിട്ട് പഠിക്കണം. എക്സാമിന് വരുന്ന ചോദ്യങ്ങളുടെ ബേസിൽ നമ്മൾ കണ്ടന്റ്, ഇപ്പോൾ റെഫറൻസ് ബുക്കുകളായിട്ട് ഈ QT ഒക്കെ വരുന്ന മറ്റ് നല്ല ടെക്സ്റ്റ് ബുക്കുകൾ, അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം, തിയറി പ്രിപ്പയർ ചെയ്യാം, പ്രസൻറ്റ് ചെയ്യാം. ചില പ്രസൻറ്റേഷൻസ് എസ്പെഷ്യലി പ്രോബ്ലംസിൻ്റെ ഒക്കെ ഈ ബുക്കിൽ അത്രത്തോളം ഓക്കെ അല്ല. അതിപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും സ്റ്റഡി മെറ്റീരിയലിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ തന്നെയാണ്. ഓക്കെ, സോ ഇതാണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജറൽ ആപ്ലിക്കേഷൻ. ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ 2 പ്രോബ്ലം പേപ്പേഴ്സിൻ്റെയാണ് നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ ഈ 2 പറയാനുള്ളത് ഞാൻ പറഞ്ഞു, സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു ആവറേജ് മാത്രമാണ്, വൈഡാണ്. നമ്മളതിനെ സ്മാർട്ടാക്കി ചുരുക്കി കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, എക്സാം ഫോമിലോട്ട് കൊണ്ടുപോകണം. നമുക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നിങ്ങൾ ഡിഗ്രി പഠിച്ച പോലെ കൂടുതലില്ല, വളരെ കുറവുള്ളൂ. ഇപ്പോൾ ഈ പേപ്പറിലോട്ട് പോകുമ്പോൾ 6 ചോദ്യങ്ങൾ, അതിൽ 4 എഴുതണം. ഒരു ചോദ്യത്തിന് 15 മാർക്ക് ഫസ്റ്റ് പാർട്ടിൽ. സെക്കൻഡ് പാർട്ടിൽ 2 കമ്പൽസറി ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇവിടെ 60 മാർക്കും ദെൻ ഇവിടെ 40 മാർക്കും. ഓപ്ഷൻസ് ഇല്ല, ഇത്രയും പഠിക്കാനുണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പോൾ നല്ല എഫേർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഇടേണ്ട ആവശ്യമുണ്ട്. പ്രോബ്ലംസ് ഉണ്ട്, തിയറി ഉണ്ട്. ഓക്കെ, പലപ്പോഴും ഇപ്പോൾ തിയറി വരുമ്പോൾ പ്രോബ്ലം അറിഞ്ഞാൽ മാത്രമേ കാര്യമുള്ളൂ. നമുക്ക് പലപ്പോഴും വെറുതെ തിയറി പഠിച്ചു പോയാൽ നമുക്ക് കൺസെപ്റ്റ് പിടികിട്ടില്ല. അതിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് പലതിൻ്റെയും സംഭവം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ്. സോ ഇനി ഒരു 5 പേപ്പറും കൂടി നമുക്ക് നോക്കാനുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും അതിനുശേഷം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. 2 പ്രോബ്ലം പേപ്പേഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതെയുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.